ഹലോ, വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഇന്ന് നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയിട്ടായിരിക്കും കേട്ടോ അത്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയിട്ടാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. നേന്ത്രപ്പഴം കൊണ്ടാണ് കേട്ടോ നമ്മൾ സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതുപോലെ പഴുത്ത ഒരു നേന്ത്രപ്പഴം കൊണ്ടാണ് ഞാൻ സ്നാക്ക് റെഡിയാക്കിയിട്ടുള്ളത്. ഒരു നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു 6 സ്നാക്ക് റെഡിയാക്കാം കേട്ടോ. നേന്ത്രപ്പഴം എല്ലാം ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇത് വേവിച്ചെടുക്കാനുള്ളതാണല്ലോ, അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഓണത്തിനൊക്കെ പഴം നുറുക്ക് റെഡിയാക്കാറുണ്ടല്ലോ ഇലയിൽ വിളമ്പാനായിട്ട്. അപ്പോൾ നമ്മൾ അതുതന്നെയാണ് ആദ്യം റെഡിയാക്കുന്നത്, പഴം നുറുക്ക് റെഡിയാക്കണത്. അപ്പോൾ ആദ്യം ഈ പഴമെല്ലാം കട്ട് ചെയ്തത് നമുക്ക് ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മളിതിൽ തേങ്ങ ചേർക്കണില്ല. സാധാരണ പഴം നുറുക്കിൽ കുറച്ച് തേങ്ങ ചേർക്കാറുണ്ട്, പക്ഷെ ഇതിൽ തേങ്ങ ഞാൻ ചേർത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബോട്ടിലാക്കിയിട്ട്. വേറൊരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് റെഡിയാക്കിയത്. അപ്പോൾ അതെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരപ്പാനി റെഡിയാക്കണമെങ്കിൽ ഒരു ശർക്കര വെച്ചിട്ട് റെഡിയാക്കിയാൽ മതി, കാരണം പഴത്തിന് നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ പഴത്തിലെല്ലാം ഈ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒരു 3/4 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഫ്ലെയിം ലോയിൽ തന്നെ വയ്ക്കാം. പിന്നീട് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ അല്ലെങ്കിൽ വറുക്കാത്ത റവ, ഏത് റവ വേണമെങ്കിലും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ റവ ചേർക്കുമ്പോൾ കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ബൗൾ റവയാണ് എടുത്തിട്ടുള്ളത്. ശരിക്ക് സ്പൂണിൽ മെഷർ ചെയ്തപ്പോൾ ഒരു 8 സ്പൂണോളം റവയാണ് ഞാൻ ചേർത്തത് കേട്ടോ. അപ്പോൾ അത് കുറേശ്ശായിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്, പെട്ടെന്ന് ഒന്നിച്ചിട്ട് ചേർക്കരുത്. അതുപോലെ ഫ്ലെയിമും ലോയിൽ തന്നെ വെച്ചിട്ട് തന്നെ നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതിന് നമുക്കൊരു ഷേപ്പ് വേണമല്ലോ. നമ്മളിപ്പോൾ റൗണ്ട് ഷേപ്പാണ് ചെയ്തത്, ഏത് ഷേപ്പിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഷേപ്പ് ആക്കാനായിട്ട് അത്രയും ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മളിതിന് കുറുക്കിയെടുക്കണം. ഇത് കണ്ട് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ചൂടാറിയിട്ട് വരുമ്പോൾ നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിതിൽ റെഡിയാക്കാം. ഞാനിതിപ്പോൾ റൗണ്ട് ഷേപ്പ് ആക്കിയെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇത് ഷേപ്പ് ആക്കുന്ന സമയത്ത് കയ്യിൽ നമുക്ക് ഇനി എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും തൂവേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി നെയ്യ് അതിൽ ചേർക്കണുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പ് ആക്കാൻ പറ്റും. അതുപോലെ ഇതിൽ ഓയിലില്ല, അതുപോലെ മൈദയോ അങ്ങനെയുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്ക് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളിത് തേങ്ങ ചേർക്കാത്ത കാരണം ഇത് കുറച്ച് ദിവസം ഒരാഴ്ച വരെയൊക്കെ ഇത് നല്ല ഫ്രഷായിട്ട് കേടാകാതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.